ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ അത് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ അധികാരികൾ, ഓഫീസേഴ്സ് ഒരിക്കലും എന്നെ ബൈബിൾ എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ തന്നെ ഇത് എന്നോട് സാക്ഷ്യപ്പെടുത്തുന്നു, അത് തന്നെ ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഒരു പട്ടാളക്കാരൻ കൈകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ സൈനിക സേവനം നിർവഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ബൈബിൾ എഴുതാനാകും? എന്നാൽ ഇതിനെല്ലാം ഉത്തരം പറയുന്നു കൊല്ലം അഴീക്കൽ ജൂഡി മാളിയേക്കൽ. വിശ്രമവേളകളിൽ ബൈബിൾ എഴുതി തുടങ്ങിയതിലൂടെ ഹൃദയത്തിൽ രൂപപ്പെട്ട സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ശാരീരികവും മാനസികവുമായ സൗഖ്യവും സഹപ്രവർത്തകരിൽ പോലും തികഞ്ഞൊരാത്മീയ ആനന്ദവുമാണ് ഇതുവഴി രൂപപ്പെട്ടത്. പഴയ നിയമം 14 മാസം കൊണ്ടും പുതിയ നിയമം 2 മാസം കൊണ്ടുമാണ് പൂർത്തീകരിച്ചത്. എൻ്റെ പേര് ജൂഡി. ഞാൻ കൊല്ലം രൂപതയിലെ അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക അംഗമാണ്. എൻ്റെ വീട്ടുപേര് മാളിയേക്കൽ. അപ്പച്ചൻ ക്ലീറ്റസ്, അമ്മച്ചി ആഞ്ചലീന. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് അസം റൈഫിൾസ് സിഗ്നൽസിലാണ്. 2023 ഫെബ്രുവരി 2-ാം തീയതി മുതൽ സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി ആരംഭിക്കുകയും ചെയ്തു. ഇത് ആരംഭിച്ച ആ നിമിഷങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകളാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും എന്നാൽ ഒട്ടും കർത്താവിൻ്റെ കൃപയിൽ നിന്ന് വ്യതിചലിക്കാതെ, സഹനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ, ആ സഹനത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ബൈബിൾ എഴുതുവാനായി പ്രേരണ കിട്ടുകയും അതനുസരിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയത് 12 പേജ് വരെ എഴുതുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടായി. അന്ന് തുടങ്ങിയ ആ ഒരു കയ്യെഴുത്ത് പ്രതി 2024 ജൂലൈ 14-ാം തീയതി രാത്രി 10 മണിക്ക് സമാപിക്കുകയും ചെയ്തു. ജൂഡി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പട്ടാളക്കാരനാണ്, അതുപോലെ തന്നെ ഇടവാംഗം കൂടിയാണ്. ഈ ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് ഇടവകയ്ക്ക് വളരെ വലിയൊരു പ്രചോദനമാണ് നൽകിയിരിക്കുന്നത്. ജൂഡി ബ്രദറിൻ്റെ പിന്തുടർച്ചയായിട്ട് അമ്മമാരും ഒരുപാട് പേര് ദൈവവചനം എഴുതി തുടങ്ങുന്നുണ്ട്. കുഞ്ഞുമക്കൾ തന്നെ കഴിഞ്ഞ വർഷം ഓരോ സുവിശേഷ ഭാഗങ്ങൾ എഴുതി. എനിക്കൊന്ന് കൊല്ലം രൂപതയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേര് സുവിശേഷം എഴുതി. ഏകദേശം 40ഓളം കുട്ടികൾ, മുതിർന്നവരും സുവിശേഷവും പുതിയ നിയമമൊക്കെ അവർ എഴുതുകയുണ്ടായി. ഇതിനൊക്കെല്ലാം പ്രചോദനമായിട്ട് ഞങ്ങൾക്കിപ്പോൾ സമ്പൂർണ്ണ ബൈബിള് എഴുതിയ പ്രൊഫസർ ജൂഡിയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ഈ ബൈബിളും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് വളരെ വലിയൊരു സന്ദേശമാണ് തരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ബൈബിളെന്ന് നമുക്കറിയാം. ദൈവനിവേശിതമാണ്. ആ ദൈവനിവേശിതമായ ബൈബിള് കൈപ്പടയിൽ എഴുതുമ്പോൾ അതിൻ്റെ ദൈവിക അനുഗ്രഹങ്ങളെല്ലാം പ്രൊഫസർ ജൂഡിയുടെ ജീവിതത്തിലും ലഭ്യമാകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ബൈബിൾ എഴുതുന്നത് കാണുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും ഒക്കെ എങ്ങനെ ഈശോയെ പകർത്തി എഴുതുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു തീക്ഷ്ണത ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് ഏത് രീതിയിൽ അത് പ്രേരിപ്പിക്കുന്നു ആ രീതിയിൽ തന്നെ ബൈബിൾ എഴുതാമെന്ന് സ്വയമായി ചിന്തിക്കുകയും പിറ്റേ ദിവസം പേപ്പറും പെന്ന് ഒക്കെ വാങ്ങി എഴുതി തുടങ്ങുകയായിരുന്നു. ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതി തീർന്ന് ഇപ്പോൾ നിൽക്കുമ്പോൾ
3200ഓളം പേജുകൾ കർത്താവിൻ്റെ വലിയ ശക്തമായ കൃപയാൽ എഴുതുവാൻ സാധിച്ചു. ഒരു ദിവസം പോലും ബൈബിൾ എഴുതാതിരിക്കാതെ ഉണ്ടാകല്ലേ എന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അമ്മയുടെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തെ ചൊല്ലി ഒരാഴ്ചയോളം ബൈബിൾ എഴുതാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എയർപോർട്ടിലും ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന് പോലും ബൈബിൾ എഴുതുവാനായി കർത്താവിൻ്റെ ശക്തമായ കൃപ ലഭിച്ചു. ഓരോ വചനം എഴുതുമ്പോഴും അടുത്ത വചനം എഴുതാനുള്ള ശക്തമായ പ്രേരണ കിട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഞാൻ ബൈബിൾ എഴുതി ക്ഷീണിച്ച് അല്ലെങ്കിൽ തളർന്ന് മതിയായെന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓരോ പ്രാവശ്യം ഓരോ വചനം എഴുതുമ്പോഴും ഇരട്ടി ശക്തി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിൾ എഴുതുന്ന പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ പപ്പ ആണെങ്കിൽ അത് എഴുതി തീർക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എഴുതി തീർത്തത്. കാരണം ഒരാള് ബൈബിൾ വായിച്ചിരുന്ന അത്രയും ടൈം കൊണ്ട് തന്നെ പപ്പ എഴുതി തീർത്തത്. അപ്പൊ നമ്മൾ അതിൽ ഭയങ്കര പ്രൗഡാണ്. ജോലിയെ കൊച്ചുനാൾ തൊട്ട് അറിയാം. ദൈവസ്നേഹം അറിഞ്ഞുകൊണ്ട് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വചനം എഴുതാനുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും അതനുസരിച്ച് വളരെ ഭംഗിയായിട്ട് അത് സന്തോഷത്തോടുകൂടി എഴുതുകയും അത് ഓരോ നിമിഷവും എന്നെ അറിയിക്കുകയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് ഞങ്ങളുടെ ഇടവകയ്ക്ക് തന്നെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. 30-ാം വർഷം സൈന്യത്തിൽ സേവനം ചെയ്യുകയാണ് ജൂഡി. ബൈബിൾ എഴുതി തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകളാൽ സൈനിക ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഴുതിയത്. അന്നൊക്കെ ഒരു ദിവസം 12 പേജ് ബൈബിൾ എഴുതും. 3200 പേജുകളാണ് ഇദ്ദേഹം ബൈബിളിന് വേണ്ടി ഇരുന്നെഴുതിയത്. ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ അത് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആസാന സിഗ്നൽസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് എഴുതി തുടങ്ങാൻ നേരത്തെ ഞാൻ സഹപ്രവർത്തകരോടായി പറഞ്ഞു, അവർ അക്രൈസ്തവരാണ്, ഞാനിതേപോലെ ബൈബിൾ എഴുതാനായിട്ട് എനിക്ക് ഒരു ശക്തമായൊരു പ്രേരണ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം വേണമെന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു. അവർ പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് ആവുന്ന എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്തു തരാമെന്ന് ആദ്യമായി അവർ വാഗ്ദാനം ചെയ്തു. അതും പ്രകാരം എൻ്റെ കയ്യിൽ അപ്പോഴും പേപ്പറില്ലായിരുന്നു, A4 സൈസ് പേപ്പറിലാണ് എഴുതി തുടങ്ങിയത്. അതും ഒരു ഹൈന്ദവ സഹോദരനാണ് എനിക്ക് നൽകി സഹായിച്ചത്. ഞങ്ങളുടെ കൊണ്ട് ആവുന്ന എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അതേ തുടർന്ന് എഴുതി തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അസ്വസ്ഥതകൾ എല്ലാം മാറുന്നതനുസരിച്ച് അവർ പറയാൻ തുടങ്ങി, തീർച്ചയായും നീ വിശ്വസിക്കുന്ന നിൻ്റെ യേശുദേവൻ നീ ബൈബിൾ എഴുതുന്നത് കൊണ്ടാണ് നിനക്ക് സൗഖ്യം നൽകി നിന്നെ ഈ രീതിയിൽ ഉയർത്തുന്നത്. കാരണം നീ ഈ ബൈബിൾ എഴുതുന്നതിന് മുൻപ് എത്ര ശക്തമായി അസ്വസ്ഥതകളാൽ രോഗപീഠകളാൽ ആംബുലൻസിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം നിന്നെ മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ നീ എത്രയോ സൗഖ്യവാനാണ്, അതിലൊക്കെ ഞങ്ങളൊക്കെ ഒത്തിരി സന്തോഷവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത് കണ്ട് വിശ്വസിക്കുന്നവരാണ്. കാരണം എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ തന്നെ ഇത് എന്നോട് സാക്ഷ്യപ്പെടുത്തുന്നു, അത് തന്നെ ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. സർവീസിൽ കയറിയ ആദ്യ സമയങ്ങളിൽ ഞാൻ സ്പോർട്സിലായിരുന്നു. അങ്ങനെ ക്രോസ് കൺട്രിയിൽ ഓടുന്ന സമയത്ത് എനിക്ക് നട്ടെല്ലിന് ഒരു ക്ഷതം ഏൽക്കുകയും അതേ തുടർന്ന് പെട്ടെന്ന് കമാൻഡോ ഹോസ്പിറ്റൽ കൽക്കട്ടയിൽ അഡ്മിറ്റ് ആക്കുകയും അവിടെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിയുന്നത് സ്പൈനൽ കോഡിന് പ്രോബ്ലം ഉണ്ടാകുകയും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ഒരു 97 ഗുഡ് ഫ്രൈഡേയിലായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഒത്തിരിയും അസ്വസ്ഥമാകുകയും എനിക്ക് വീണ്ടും ഒരു ജീവിതം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ച അനുഭവവും ആ വേദനകളുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഞാൻ പ്രത്യേകമായി അപേക്ഷിച്ചു, ഡോക്ടറെ
എനിക്ക് മദർ തെരേസ ഒന്ന് കാണണം. ചെറുപ്പം മുതലേ ഞാൻ അറിയുന്നുണ്ട് മദർ തെരേസ കൽക്കട്ടയിലാണെന്നുള്ളത്. പക്ഷേ എവിടെയാണോ എങ്ങനെയാണോ എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൽക്കട്ടയിൽ മദർ തെരേസ ഒന്ന് കാണണമെന്ന്. ഡോക്ടർ ആദ്യം പറഞ്ഞ് ഒരിക്കലും നടക്കത്തില്ല, മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, അത് കാരണം ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ നിർബന്ധപ്രകാരം ഡോക്ടർ ഒരു അറ്റൻഡറെയും കൂട്ടി മദർ തെരേസയെ കാണാനുമായി ഒരു ഞായറാഴ്ച ഒരു ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങളെ അയക്കുകയായിരുന്നു ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ മദർ തെരേസയെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, ആ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മദർ തെരേസയെ കാണുകയും കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും, അങ്ങനെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 6 പേരുടെ പേര് അപ്പ, അമ്മ, സഹോദരങ്ങളെ പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ കാശുരൂപവും 2 ചരടിൻ്റെ ജപമാല നൽകുകയും ചെയ്തു. എൻ്റെ അധികാരികൾ, ഓഫീസേഴ്സ് ഒരിക്കലും എന്നെ ബൈബിൾ എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഡ്യൂട്ടിയിൽ ഞാൻ ബൈബിൾ എഴുതാനുള്ള ഉപകരണങ്ങൾ, പേപ്പർ, ക്ലിപ്പ് ബോർഡ്, അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട എല്ലാ ഉപകരണങ്ങളുമായാണ് ഞാൻ ഡ്യൂട്ടിയിൽ പോകുന്നത്. ഞാൻ വയർലെസ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് മെസ്സേജുകൾ ഇങ്ങനെ കൂടെ വരുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്നേ വരെ ബൈബിൾ എഴുതി പൂർത്തിയാകുന്നത് വരെ ഈ ബൈബിൾ എഴുതുന്നു എന്നതുകൊണ്ട് യാതൊരു വിധമായ മെസ്സേജിൽ ഞാൻ ഡിലേ കാണിക്കുകയോ അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ ഡ്യൂട്ടിയിൽ അവർ ബുദ്ധിമുട്ട് പറയുകയോ അതിൽ നിന്നുള്ള പണിഷ്മെൻറ്റോ അങ്ങനെ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ ബൈബിൾ എഴുതി തുടങ്ങിയപ്പോൾ മുതൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഒത്തിരി രോഗങ്ങളുടെ ഇടയിലും മറ്റു ഡ്യൂട്ടിക്കിടയിലും ഒക്കെ എഴുതി തീർക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ എങ്കിലും പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടായിരുന്നു എത്രയും വേഗത്തിൽ തന്നെ എഴുതി തീർക്കുമെന്ന്. കാരണം എന്ത് ഏറ്റെടുത്താലും അത് എത്രയും കൃത്യനിഷ്ഠയോടെ, ഉത്തരവാദിത്വത്തോടെ, ഏറ്റവും വൃത്തിയോടുകൂടി എഴുതി ഏത് ജോലിയിലും പൂർണ്ണമായിട്ടും അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് എഴുതി തീർക്കുമെന്ന്, സർവീസിലിരിക്കുമ്പോൾ തന്നെ എഴുതി തീർക്കുമെന്ന്. അതിനെ ഈശോ സഹായിച്ചു. ബൈബിൾ ഒരു പുസ്തകമായി ബൈൻഡ് ചെയ്യുവാൻ പ്രയാസമായതുകൊണ്ടാണ് 5 പുസ്തകങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഈ പുസ്തകം ഇങ്ങനെ രൂപപ്പെടുത്തിയത്. കഴിഞ്ഞ 7.5 വർഷമായി പ്രഭാത പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും അദ്ദേഹത്തിനുണ്ട്. 2017 മെയ് 7-ാം തീയതി പ്രഭാത പ്രാർത്ഥന എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കർത്താവിൻ്റെ കൃപയാൽ പ്രേരണ കിട്ടുകയും അതനുസരിച്ച് ആ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു. 7.5 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഈ കൂട്ടായ്മയിൽ അഭിവന്യ പിതാക്കന്മാർ, ജോഷുവ മാർ ഇഗ്നാത്യാസ് പിതാവ്, പൊന്നുമുത്തൻ പിതാവ്, അതുപോലെ തന്നെ പോൾ മുല്ലശ്ശേരി പിതാവ് തുടങ്ങിയ പിതാക്കന്മാരും 25-ലധികം വൈദിക ശ്രേഷ്ഠരും 17ഓളം സന്യസ്തരും പ്രഭാത പ്രാർത്ഥന കൂട്ടായ്മയിൽ സന്നിഹിതരാകുമ്പോൾ ശക്തമായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കൃപയുടെയും വലിയ അത്ഭുതങ്ങളുടെയും ഒരു കൂട്ടായ്മയായി പ്രഭാത പ്രാർത്ഥന കൂട്ടായ്മ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ച് വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വാക്യം. ഈ പ്രഭാതത്തിൽ വറ്റാത്ത നീരുറവ പോലെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണണം എന്നുള്ളത്. അതിനായി ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും ഏറ്റവും മുന്നിൽ ചെന്നിരിക്കുകയും ദിവ്യകാരുണ്യ ഭക്തിയോടെ ഈശോയെ എങ്ങനെയെങ്കിലും ഒരു ഔട്ട്ലൈനെങ്കിലും അതിലൂടെയെങ്കിലും ഈശോയെ കാണണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഒത്തിരി നാളുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുകയും തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ലീവിന് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ കോൺവെൻറ്റിൽ ആദ്യമായി ഒരു ദിവസത്തെ ആരാധന നടത്തുകയുണ്ടായി. അന്നത്തെ ദിവസവും പതിവ് പോലെ ഈശോയെ കാണാൻ വേണ്ടി ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഏറ്റവും അടുത്ത് പോയിരുന്നു.
എന്നോടൊപ്പം 3 സിസ്റ്റേഴ്സും മറ്റു 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ 7 പേരും ഒരുപോലെ ഈശോയെ കാണുക 1 മണിക്കൂറോളം, അതായത് ദിവ്യകാരുണ്യ ആശീർവാദം നടക്കുന്ന സമയം വരെയും ഈശോയെ വ്യക്തമായി കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ ആരാധിച്ചു. ആ കൂട്ടത്തിൽ ഒരു സഹോദരി ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ചാപ്പലിൽ വെച്ച് ദിവ്യബലിയുടെ സമയത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുവൃത രൂപം ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ജീവിതത്തിരക്കിൽ അമരുന്നവർക്ക് എന്നും മാതൃകയാണ് ഈ ചെറുപ്പക്കാരൻ. ഈ ബൈബിൾ എഴുത്തിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ എങ്ങനെ ദൈവത്തിന് നന്ദി പറയണമെന്നറിയില്ല.